ഹായ് ഡീസ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് ഉള്ള ഒരു ക്ലാസ്സാണത്. വളരെ ലളിതമായിട്ടും വളരെയധികം സിമ്പിളായിട്ടാണ് ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരുപാട് കാലഘട്ടങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒന്നും നേടിയെടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻ്റെ വേവ് ലെന്ത് മനസ്സിൻ്റെ എങ്ങനെ മാറ്റിയെന്നും എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഒരു കാര്യം നേടിയെടുക്കാനുള്ള പവറിലേക്ക് ഞാൻ എത്തിയത് എന്നുള്ള ഒരു ക്ലാസ് സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കുണ്ടായ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാറ് അല്ലെങ്കിൽ ഒരു വീട്, എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മെറ്റീരിയൽ പ്രോഡക്റ്റ് ദയവായിട്ട് ഒരിക്കലും ആദ്യം തന്നെ മാനിഫെസ്റ്റ് ചെയ്യരുത്. പകരം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആദ്യം നേടിയെടുക്കണം, ഒരു പവർ. അപ്പോൾ നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മനസ്സിനെ ഒരുക്കി. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു. താങ്ക് യു യൂണിവേഴ്സ് എന്നൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും നടന്നില്ല. പക്ഷേ ഞാൻ അതിലേക്ക് ഒരുങ്ങി ഇറങ്ങി വന്നു. എൻ്റെ മനസ്സിനെ മാറ്റിയപ്പോഴാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടായത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റി വെച്ചിട്ട് ആദ്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു പവറുള്ളൊരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ജേണൽ എഴുതുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ജേണൽ എഴുതുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് അങ്ങോട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ അത് നടക്കില്ല. 100ൽ 100% നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളത് വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, അഫർമേഷൻ പറയുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ പറയുന്നത് എന്താണെന്നറിയോ? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ അവിടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആകും. അങ്ങനെ ചിന്തിക്കുകയും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. പകരം നിങ്ങൾ ഇത് നടക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജേണൽ എഴുത്താണ്. ഇതുപോലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ നിരത്തി എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ. അതിനുവേണ്ടി ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാവുന്നതാണ്. വിഷൻ ബോർഡ് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ആദ്യം ജേണൽ എഴുതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തത് ഇമോഷണൽ ഫീലിങ്സ് ആണ്. അതായത് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അതുപോലെ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഇമോഷനെ മാറ്റിയെടുക്കുക. ഉദാഹരണത്തിന് നിങ്ങളൊരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതായിട്ടും പണി തുടങ്ങുന്നതായിട്ടും പണി തീർന്നതിന് ശേഷം അതിൻ്റെ പാലുകാച്ച് വരെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതിഥികളെ ക്ഷണിക്കുന്നതായിട്ടും എല്ലാം നിങ്ങളതിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നതായിട്ടും എല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ വീട് ലഭിച്ചു കഴിഞ്ഞു. ആ രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റണം. അതാണ് ഇമോഷണൽ ഫീലിങ്സ് ഓക്കെ ആകണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതിന് മുമ്പേ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഐ ആം ഹാപ്പി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, സന്തോഷം ലഭിക്കുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ വളരെയധികം സന്തോഷവതിയായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ യാതൊന്നുമില്ല. ഹൃദയം എംപ്റ്റി ആയിട്ട് ശൂന്യമായിട്ട് കിടക്കുകയാണ്. മനസ്സിലായോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിലൊരു സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. 4:45 ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും, അതിനുശേഷം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും, പിന്നെ ഞാൻ കണ്ണിന് എക്സസൈസ് കൊടുക്കുന്നുണ്ട്, അത് ചെയ്യും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞെന്നറിയും. കാരണം എൻ്റെ മനസ്സിൽ ആരോടും വൈരാഗ്യമില്ല, ദേഷ്യമില്ല, സന്തോഷം മാത്രമാണ്. അതുപോലെ മറ്റുള്ളവരെ എന്നോട് സംസാരിക്കാത്തതിൽ വിഷമമില്ല, മെസ്സേജ് ചെയ്യാത്തതിൽ വിഷമമില്ല, ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തതിൽ വിഷമമില്ല, ഒന്നുമില്ല, നത്തിങ്. എൻ്റെ മനസ്സ് എംപ്റ്റി ആയി കിടക്കുകയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തരണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കക്കാർക്കുള്ളൊരു ക്ലാസ്സാണത്. അതൊന്നോടെ ഞാൻ റിവൈസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം കാറോ വീടോ അതുപോലെ പണം, അതൊന്നും ആദ്യം മാനിഫെസ്റ്റ് ചെയ്ത് പകരം നിങ്ങളെ ഒരുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സന്തോഷത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു കഴിവിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ ഒരുക്കണം. മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിച്ച്
വിചാരിച്ചിട്ട് പുറമേ വേറെ പറയരുത്. കാരണം അവിടെ മാനിഫെസ്റ്റേഷന് ബ്ലോക്ക് വരും. അതുപോലെ 24 hours നിങ്ങൾ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക, മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളത്. അതുപോലെ അത് എന്ത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതുപോലെ തുടർച്ചയായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണം ആ കാര്യം നടക്കുന്നവരെ. ഏകദേശം ഈ കാര്യം നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനുള്ള ആളുകൾ, സാഹചര്യങ്ങൾ, അതുപോലെ എല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം ഈ പ്രകൃതിയായിട്ട് നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഈ പ്രകൃതിയുടെ തന്നെ മക്കളാണ് നമ്മൾ. ഇപ്പോൾ പ്രകൃതിക്ക് നമ്മൾക്ക് തരിക എന്നുള്ള ഒരു കടമയുണ്ട്. തീർച്ചയായിട്ടും അത് നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തുടക്കക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വസ്തു മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനായി നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക എന്നുള്ളതാണ്. മനസ്സിൽ അത് ഫീൽ ചെയ്യണം, നല്ലവണ്ണം ഫീൽ ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്നത്. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊരു ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.